ദൈവവചനം ശ്രദ്ധിപ്പാനായിട്ട് ഇടയുണ്ടായത്. पिछले रात को प्रभु का वचन मगन करने के लिए प्रभु ने अनुग्रह किया। ഈ ദിവസങ്ങളിലെ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടതിന്റെ കാര്യങ്ങളെ കുറിച്ചാണല്ലോ. इन दिनों में जो विषय हम चर्चा कर रहे हैं, अनंत काल के जीवन में कैसे प्रवेश किया जाए। എബ്രഹാമിന്റെ ജീവിതത്തിലെ നിത്യതയ്ക്ക് വേണ്ടി താൻ ഒരുങ്ങി യാത്ര ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. अब्राहम के जीवन में जैसे उसने तैयारी की और वो सफर किया, उसके बारे में पिछले दिनों में हमने देखा। അതിനെ അന്ന് നമ്മൾ എടുത്ത കുറുവാക്യം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമായിരുന്നു. और उस दिन जो चाबी का वचन लिया था एफिसियों की पत्री 5वां अध्याय उसका 27वां आयत। കറ ചുളുക്കം മുതലായ ഇല്ലാത്ത ഒരു സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ വേർതിരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഒരുക്കുന്നത്. न कलंक न झुर्री ऐसा निर्दोष कलीसिया को तेजस्वी होकर उसके सामने खड़ा करने के लिए परमेश्वर अपने कलीसिया को तैयार करता है। അതിനുവേണ്ടി ദൈവം വിവിധ പരിശോധനകളിലൂടെ നമ്മെ നടത്തുന്നു. और इसके लिए परमेश्वर हमें अलग अलग परीक्षाओं के द्वारा ले जाता है। അങ്ങനെ നാം പൂർണ്ണത പ്രാപിപ്പാനായിട്ട് ദൈവം നമ്മെ താല്പര്യപ്പെടുന്നു. और ऐसा परमेश्वर अपेक्षा करता है कि हम पूर्णता प्राप्त करें। അതിനുവേണ്ടി എബ്രഹാമിന്റെ ജീവിതത്തിലെ 5 പ്രത്യേക ടെസ്റ്റുകളെ കുറിച്ച്, പരീക്ഷകളെ കുറിച്ച് നാം ചിന്തിച്ചു. और इसके लिए अब्राहम के जीवन से 5 परीक्षाओं के बारे में हमने सोचा। എന്നാൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കുറുവാക്യമായിട്ട് എടുത്തിട്ടാണ്. लेकिन कल अपना इब्रानियों की पत्री 1 का 1 से 3 तक का वचन जो था उसको हमने उसके आधार पर किया। അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചു. वो विश्राम में प्रवेश नहीं कर पाए, इस बात को हमने देखा। അതിന് കാരണം അവർ അനുസരിച്ചില്ല, അതുപോലെ തന്നെ വിശ്വസിച്ചില്ല. അതായിരുന്നു അതിന് കാരണമെന്ന്. और उसका कारण उन्होंने आज्ञा नहीं मानी और विश्वास नहीं किया। അവര് വചനം കേട്ടെങ്കിലും അത് വിശ്വാസവുമായിട്ട് മിക്സ് ചെയ്തില്ല എന്നാണ് നമ്മൾ വായിച്ചത്. उन लोगों ने वचन और सुसमाचार सुना, लेकिन वो विश्वास के साथ उनके हृदय में नहीं बैठा, ऐसा हमने पढ़ा। വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിച്ചവരായിരുന്നു. प्रतिज्ञा किया हुआ देश की ओर सफर करने के लिए शुरू किया था। എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. लेकिन उनमें से अधिकतम लोगों में परमेश्वर प्रसन्न नहीं हुआ। 2 പേർക്ക് മാത്രമേ അവിടെ പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞുള്ളൂ. केवल 2 लोग वहां पर प्रवेश कर पाए। ഏകദേശം 6 ലക്ഷത്തിലേറെ ജനങ്ങളാണ് അന്ന് യാത്ര ചെയ്തത്. लगभग 6 लाख से अधिक लोग उस समय जंगल में से सफर किया, प्रतिज्ञा किया हुए लगे में जाने के लिए। എന്നാൽ അവർക്ക് പോലും മറ്റ് ഈ 2 പേർ ഒഴികെ ആർക്കും അവിടെ പ്രവേശിപ്പാൻ ഭാഗ്യം ഉണ്ടായില്ല. लेकिन 2 लोगों को छोड़ किसी को भी उस कनान में प्रवेश करने का भाग्य नहीं मिला। അതിനുള്ള കാരണങ്ങളും നമ്മളെ ദൈവവചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് ഇന്നലെ നോക്കുവാനിടയുണ്ടായി. और इसका कारण स्पष्ट रूप से परमेश्वर के वचन के सामने हमने चर्चा किया, उसमें से देखा। ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നലത്തെ സന്ദേശം എന്നെ സംബന്ധിച്ച് ഇത് കുറെ നാളുകൊണ്ട് എനിക്ക് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ ഒരു വചനമാണ്. एक तरफ से कहा जाए तो कल का जो प्रचार था वो मुझे एक तरफ से बहुत ही एक डिस्टर्बेंस किया हुआ एक ऐसा वचन था। ഞാന് സങ്കീർത്തനം 78-ലെ 40-ാം വാക്യവും അതുപോലെ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 10-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനിടയുണ്ടായി. भजन संहिता 40 और 1 कोरिन्थी 10 इनमें से आदि आयतों को लेकर हम लोग ने बात किया। എന്നാൽ അതിനേക്കാൾ എല്ലാം എന്നെ വേദനിപ്പിച്ചത് ഈ ജനത്തെ നയിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത മോശയ്ക്ക് പോലും ആ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശനം ലഭിച്ചില്ല. लेकिन सबसे ज्यादा मुझे जो अशांत किया वो बात ये था, इन तमाम लोगों को अगुवाई किया हुआ, नेतृत्व किया हुआ मूसा भी इस प्रदेश में प्रवेश नहीं कर पाया। അതിനെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻസിഡന്റ് ആണ് പറയുന്നത്. और उसके लिए केवल एक घटना के बारे में बताया गया है। പ്രിയ ദൈവജനമേ, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? प्रिय लोगों, अगर धर्मी लोग जो है ऐसे कष्ट से वो प्रत्याशा को, आशा को पाते हैं, तो
जो अभक्त और जो अधर्म करते हैं उनका क्या होगा। ഇത് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. पहले पत्रोस 4 का 18वां आयत मैंने ये कहा। ഇത് മോശയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മോശയ്ക്ക് പോലും ഈ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പാനായിട്ട് അനുമതി ലഭിച്ചില്ല. तो मूसा के बारे में जब हम पढ़ते हैं तो मूसा भी ये प्रतिज्ञा किया हुआ कनान में प्रवेश नहीं कर पाया। എത്രയും വേദനാജനകമാണത്. कितना दर्दनाक है। അപ്പോൾ അങ്ങനെയെന്ന് വരികില് മോശയെ കുറിച്ച് നമ്മൾ കണ്ടു, ഇത്രയും നീതിമാനായവൻ, കർത്താവിന്റെ മറുരൂപാമലയിൽ പ്രത്യക്ഷപ്പെട്ടവൻ, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടെന്ന് വരികിലും വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാനായിട്ട് തന്നെ അനുവദിച്ചില്ല. तो मूसा के बारे में हमने देखा, इतना नम्र व्यक्ति, परमेश्वर स्वयं जिसके बारे में अच्छा कहता है, और इतना ही नहीं, यीशु मसीह के साथ जब वो मरुरूप पर्वत पर जो खुद प्रत्यक्ष हुआ, लेकिन उसके बावजूद भी कनान में प्रवेश नहीं कर पाया। ഒരു ചെറിയ കാര്യത്തിന് പോലും അങ്ങനെയെന്ന് വരികില് ദൈവിക സന്നിധിയിൽ നാം എത്ര നിർമ്മലതയും വിശുദ്ധിയും ഉള്ളവരായിരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചുവോ? एक छोटी सी विषय के लिए अगर हमें इतना ध्यान रखना है तो परमेश्वर के सामने हमें हमारी पवित्रता और शुद्धिकरण के लिए कितना हमें गंभीर होना है। क्या आप लोग ने ये विषय सोचा? നാം നമ്മുടെ ജീവിതത്തെ വാസ്തവത്തിലെ ആ നിത്യതയുടെ വെളിച്ചത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? हम हमारी जीवन को उस अनंत जीवन के उस दृष्टि से क्या देख सकते हैं? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എത്രമാത്രം നിങ്ങൾ വേദപുസ്തകം കാണാതെ പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ വചനത്തിനൊത്തവണ്ണം ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്നായിരിക്കും ദൈവം പരിശോധിക്കുന്നത്. मैं अक्सर ऐसा कहता हूँ, तुमने प्रभु के वचन या प्रकाश, ये जो वाक्य है, प्रभु का वचन को कितना हृदयस्थ किया ये नहीं, लेकिन कितना परमेश्वर के वचन को अपने जीवन में लागू किया, ये परमेश्वर देखता है। എന്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. आपका पिता एक सुसमाचारक था। തന്റെ ജീവിതത്തിലെ ശുശ്രൂഷയിൽ പലപ്പോഴും താൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. और अपने जीवन में कई मर्तबा प्रचारों में जो बात किया उसको मैंने गौर किया। അത് ഒരു വാക്ക്, ഒരു കാര്യം എനിക്ക് വളരെ ശ്രദ്ധേയമായിരുന്നു. അത് താൻ ഇപ്രകാരമാണ് പറയുന്നത്, വിശ്വാസ ജീവിതം ഒരു കളിക്കളമല്ല, എന്നാൽ ഒരു പോർക്കളമാണ്. तो उसमें से एक बात जो वो कहता था, वो हमेशा मुझे याद है कि परमेश्वर का ये जो वचन है या विश्वास का जो जीवन है, वो खेल का मैदान नहीं, लेकिन एक युद्ध भूमि है। അങ്ങനെയെന്ന് വരികില് ദൈനംദിന ജീവിതത്തിൽ നാം എപ്രകാരമാണ് നമ്മെ തന്നെ ഒരുക്കിയെടുക്കേണ്ടത്? अगर ऐसा है तो हमारी रोजमर्रा के जीवन में हमको कैसे अपने आप को तैयार करना है। പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ദിനേന മരിക്കുന്നു. पहले कोरिन्थी 1 का 15 में प्रेरित पौलुस कहता है कि मैं प्रतिदिन मरता हूँ। ഞാൻ ദിനേന മരിക്കുന്നു. मैं हर रोज അതിന്റെ 31-ാമത്തെ വാക്യമാണ്, സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശു എനിക്കുള്ള നിങ്ങളുടെ പ്രശംസ എന്ത്? ഞാൻ ദിവസേന मैं हर रोज मरता हूँ, ऐसा परमेश्वर में तुम्हारा जो घमंड करता हूँ, मैं हर रोज मसीह में मरता हूँ, ऐसा पौलुस ने कहा। സ്നാനം എന്ന് പറഞ്ഞത് നാം കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന്റെ പങ്കാളിയായി തീരുന്ന ഒരു അനുഭവമാണ്. और बपतिस्मा जो है परमेश्वर के मृत्यु के अनुभव के साथ सहभागी होने का एक विषय है। എന്നാൽ ദിനേന മരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? लेकिन हर रोज मरने का मतलब क्या है? എന്റെ ജീവിതത്തിലെ ദൈവഹിതത്തിന് അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ അതിനെ ഞാൻ നിഷ്കരുണം ത്യജിക്കുവാൻ, മരിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. मेरे जीवन में परमेश्वर के विरोध में अगर कोई भी बात है, बिना किसी सोच के, बिना दया किए हुए उसे तज करने का या मारने का एक इच्छा। ക്രിസ്തീയ ജീവിതം ഒരു വലിയ ഒരുക്കപ്പാടിന്റെ അനുഭവമാണ്. मसीह जीवन या परमेश्वर का साथ जो जीवन है, बहुत ही तैयारी का एक जीवन है। നമ്മുടെ സഭയിലോ വ്യക്തികളിലോ കുടുംബങ്ങളിലോ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒക്കെയും ഞാൻ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങൾ നീങ്ങാറുള്ളത്. हमारे परिवारों में, व्यक्तिगत जीवन में, कलीसियाओं में जो भी समस्या उत्पन्न होती है, उसका आधार कई मर्तबा हमारा स्वयं या मैं, ये भावना है। എന്നാൽ എന്നെ തന്നെ മരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുവാനുള്ള അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയും. लेकिन मुझे अपने आप को मार के
मैं नहीं हूं, ऐसा एक अनुभव में क्या हम आ सकते हैं? ഇന്നത്തെ നമ്മുടെ കുറുവാക്യം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ്. आज का हमारा वाक्य लूका 10:20। എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. तो भी इससे आनंदित मत हो कि आत्मा तुम्हारे वश में है, परंतु इससे आनंदित हो कि तुम्हारा नाम स्वर्ग पर लिखा है। കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഈരിണ്ടായിട്ട് അയച്ചു. परमेश्वर ने अपने चेलों को दो दो करके जोड़ी में भेजा। അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാനുള്ള അധികാരം നൽകിയിട്ടാണ് താൻ അയച്ചത്. अशुद्ध आत्मा को बाहर निकालने के लिए, बीमारों को चंगा करने के लिए अधिकार देके उनको भेजा। അതെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരികെ വന്നു. ये सब होने के बाद वो वापस आए। എന്നിട്ട് അവര് പറഞ്ഞു, സാത്താൻ ഇതാ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാക്കുന്നു എന്ന് തുടങ്ങി വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ അടുത്തോട്ട് വന്നു. बहुत ही आनंद के साथ परमेश्वर के पास चेले लौट आए और कहने लगे कि शैतान निकल जाता है, बीमार चंगे होते हैं, ऐसे बातों को അതിനെ കർത്താവ് പറഞ്ഞ മറുപടിയാണ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കും. और उसके लिए यीशु मसीह का जवाब ये था, तो भी इससे आनंदित मत हो कि आत्मा तुम्हारे वश में है, परंतु इसमें आनंदित हो कि तुम्हारे नाम स्वर्ग पर लिखे हैं। പലപ്പോഴും നമ്മള് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചാൽ അത് ഭയങ്കരമായിട്ടാണ് നമ്മൾ കാണുന്നത്. कई मर्तबा ऐसे अचंबा और चमत्कार और चिन्ह को अगर हम देखें तो हम इससे बहुत अचंबता से देखते हैं। കർത്താവ് പറഞ്ഞത് അതിലല്ല നിങ്ങൾക്ക് സന്തോഷമായിരിക്കേണ്ടത്. परमेश्वर ने कहा इसमें हमें आनंदित नहीं होना है। വലിയ അത്ഭുതം എന്ന് പറഞ്ഞത് നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ്. सबसे बड़ा चमत्कार तो ये है कि हमारा नाम स्वर्ग में लिखा गया है, इसका पुष्टिकरण हम पाए। അത് എങ്ങനെയാണ് എനിക്ക് അറിയാനായിട്ട് കഴിയുന്നത്? और वो मैं कैसे जान सकता हूँ? और ഞാൻ തിരിച്ചൊന്ന് ചോദിക്കുക, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനുള്ള ക്രൈറ്റീരിയ എന്താണ്? नहीं तो मैं एक दूसरा सवाल करता हूँ, मेरा नाम स्वर्ग के किताब में लिखने के लिए उसका मापदंड या योग्यता क्या है? ഒരു വാക്യം നമുക്ക് വായിക്കാം. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. एक वचन पढ़ेंगे, प्रकाशित वाक्य 21वां अध्याय का 27। കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. और उसमें कोई अपवित्र वस्तु या घृणता के काम करने वाले या झूठ का गढ़ने वाले किसी रीति से प्रवेश न करेगा, पर केवल वे लोग जिनके नाम मेमने के जीवन के पुस्तक में लिखे हैं। ഇവിടെ 3 പ്രധാന കാര്യങ്ങൾ വ്യക്തമാക്കി ഈ തിരുവചനം നമ്മെ അനുശാസിക്കുന്നു. यहाँ पर 3 महत्वपूर्ण बातों को बता के परमेश्वर का वचन हमें अनुशासन देता है। അശുദ്ധമായത്, മ്ലേച്ഛമായത്, ഭോഷ്ക് പ്രവർത്തിക്കുന്നത്, ഇവ ഒന്നും തന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. अपवित्र वस्तु, घृणता के काम करने वाले और झूठ को गढ़ने वाले, ये तीनों विषय जो स्वर्ग में प्रवेश नहीं होगा। ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, एक बात हमें നാം സേവിക്കുന്ന ദൈവം വിശുദ്ധനാണ്. एक बात जो हमें समझना है, जिस परमेश्वर की हम सेवा करते हैं वो पवित्र है। ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. पवित्र शास्त्र में हम देख सकते हैं, पवित्र बनो क्योंकि मैं पवित्र हूँ। നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറഞ്ഞത് പുറമേയുള്ള ചിലതല്ല, എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയാണ്. हमारी पवित्रताई का मापदंड जो है बाहर से दिखने वाला नहीं, लेकिन परमेश्वर का मापदंड है। ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമേ ഈ വിശുദ്ധിയെ കുറിച്ചുള്ള പ്രമാണം തന്നെയുള്ളൂ. केवल मसीह विश्वास में ही ये पवित्रताई के बारे में आज्ञा है। അത് ദൈവ ഭയത്തിൽ നാം വിശുദ്ധിയെ തികയ്ക്കേണ്ടവരാണ്.
और वो परमेश्वर के डर से उस पवित्रताई को हमें पूरा करना है। കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. दूसरा कोरिन्थी 7:1 पढ़ेंगे। പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. सो हे प्यारो, जबकि ये प्रतिज्ञाएं हमें मिली है, तो आओ हम अपने आप को शरीर और आत्मा की सब मलिनता से शुद्ध करें और परमेश्वर का भय रखते हुए पवित्रता को सिद्ध करें। ഈ പറയുന്ന വാക്യങ്ങളുടെ വിവരണം നമുക്ക് ലഭിക്കണമെന്ന് വരികിലെ 6-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കണം. अगर ये जो आयत पढ़ा इसका एक स्पष्टीकरण चाहिए तो 6ठे अध्याय का 14 से लेके 17वें आयत तक हमको पढ़ना है। നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. अविश्वासियों के साथ आसमान जुए के न जूतो, क्योंकि धार्मिकता और अधर्म का क्या मेल है, या ज्योति और अंधकार की क्या संगति, और मसीह की बलियाल के साथ क्या लगाव, या विश्वासी के साथ अविश्वासी का क्या नाता, और मूर्तों के साथ परमेश्वर के मंदिर का क्या संबंध, क्योंकि हम तो जीवित परमेश्वर के मंदिर है। जैसे परमेश्वर ने कहा है कि मैं उनमें बसूंगा और उनमें चला फिरा करूंगा और मैं उनका परमेश्वर हूंगा और वे मेरे लोग होंगे। इसलिए प्रभु कहता है कि उनके बीच में मैं निकलो और अलग रहो और अशुद्ध वस्तु को मत छुओ, तो मैं तुम्हें ग्रहण करूंगा और तुम्हारा पिता हूंगा और तुम मेरे बेटे और बेटियां होगे और सर्वशक्तिमान प्रभु परमेश्वर का। ഈ ഈ വചനഭാഗത്ത് നാം മനസ്സിലാക്കുന്ന ഒരു വലിയ വസ്തുത, ये वचन से जो एक बड़ी बात हमें समझ आता है, നാം വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. हमें अलगावट का जीवन बिताना है, यही है। നമുക്ക് അവിശ്വാസിയുമായിട്ട് ഇണയില്ലാപ്പിണ കൂടുവാൻ കഴിയുകയില്ല. हम लोग अविश्वासियों के साथ मेल मिलाप नहीं कर सकते। ഞാനും എന്റെ വൈഫും അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ചിലരോട് ട്രാക്ട് കൊടുക്കാനും അവരെ വിസിറ്റ് ചെയ്യാനും പോയപ്പോൾ അവിടെ ഒരു പ്രിയ സഹോദരനെ കണ്ടു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രിയ വെള്ളക്കാരൻ സഹോദരനെ കണ്ടു. आप और आपकी धर्मपत्नी जब अमेरिका में थे, जब वहां पर पर्ची ट्रैक्ट देने के लिए गए तो एक घर में एक गोरे से मिला। അദ്ദേഹം വളരെ താല്പര്യത്തോടെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വിവാഹം നടന്നത്? ഇന്ത്യൻ വിവാഹങ്ങളെല്ലാം അറേഞ്ച്ഡ് വിവാഹങ്ങളായിട്ടാണല്ലോ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. लोगों ने पूछा कि आप लोगों का शादी कैसे हुआ, क्योंकि हमने सुना है भारत में ज्यादातर शादियां जो है वो तय किया जाता है। ഞങ്ങള് പറഞ്ഞു, ഒന്നാമത് ഞങ്ങൾ അന്വേഷിക്കുന്നത് ആ പെങ്കൊച്ച് വിശ്വാസിയാണോ എന്നാണ്. तो हमने कहा हम पहली मर्तबा तो ये देखते हैं कि वो जो लड़की है क्या वो विश्वासी है या नहीं। അവര് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരാണോ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ, വേർപാട് ജീവിതത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരാണോ എന്ന് തുടങ്ങിയുള്ള ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമേ മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ എന്ന്. तो हम लोग ये पहले देखते हैं कि वो लड़की क्या परमेश्वर के वचन के अनुसार अपने जीवन को बिताती है, आत्मिक जीवन उसका कैसा है, उसका आत्मिक वक्ता कैसा है। ये तमाम बातों को देखने के बाद अन्य बातों में हम प्रवेश करते हैं। ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു കണ്ടു. और ये सब जब हमने कहा तो उनके आंखों से आंसू बहते देखा। ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? मैंने पूछा आप ऐसे रोते क्यों हो?
പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ വിവാഹം കഴിച്ചത് ഒരു മുസ്ലിം യുവതിയെയാണ്. उन्होंने कहा, मैंने ये कोई बात का ध्यान नहीं दिया, मैंने एक मुस्लिम स्त्री से विवाह किया है। ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് കഴിയുന്നില്ല. और अब हुआ ये है कि मैं आत्मिक जीवन में आगे नहीं बढ़ पा रहा। കുഞ്ഞുങ്ങൾക്ക് എന്താണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. और बच्चों को सच्चा विश्वास क्या है ये मैं बता नहीं पाता। ഒരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബം നശിച്ചു. एक रीति से कहा जाए तो पूरा जो परिवार है वो नाश हो रहा है। ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ നാം തുടക്കം കുറിക്കേണ്ട ദൈവവുമായിട്ടാണ്. ये कहने का तात्पर्य हमारे मसीही जीवन में हमारे परिवार का शुरुआत हमें मसीह के साथ होना है। എല്ലാത്തിലും ഉപരി ദൈവവുമായിട്ട് ബന്ധപ്പെടണം. सबसे बढ़कर परमेश्वर के साथ हमें वो रिश्ता रखना है। ഇവിടെ നമ്മൾ വായിച്ചു, ഞാൻ അവരിൽ വസിക്കും, അതിനു വേണ്ടിയാണ് ഞാൻ അവരെ മിശ്രയിൽ നിന്ന് കൊണ്ടുവന്നത്. यहाँ पर हमने पढ़ा कि मैं उन्हें छुड़ाऊंगा, उसके लिए मैंने मिस्र से उन्हें ले आया। പുറപ്പാട് പുസ്തകം 29 അധ്യായത്തിന്റെ 45 വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 29:45. നിർഗമൻ 29:35. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. 29:45. और मैं इसराइलियों के मध्य निवास करूंगा और उनका परमेश्वर ठहरूंगा. 46 also. അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് അവർ അറിയും. ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ. 46वां आयत. तब मैं जान लेंगे कि मैं यहोवा उनका परमेश्वर हूँ, जो उनको मिस्र देश से इसलिए निकाल लाया कि उनके मध्य निवास करूं, मैं ही उनका परमेश्वर यहोवा हूँ. ദൈവം പറയുന്നത് അവരുടെ മധ്യ വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. तो परमेश्वर कहता है, उनके बीच में वास करने के लिए मैं उन्हें वहां से निकाल लाया हूँ. ദൈവം വസിക്കണമെന്ന് വരികില് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ പ്രമാണത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. तो परमेश्वर हमारे बीच में वास करना है तो परमेश्वर जो इच्छा करता है वैसे उस नियम के अनुसार उस पवित्रता में हमें आना है. കാരണം എന്റെ ദൈവം വിശുദ്ധനാണ്. क्योंकि मेरा परमेश्वर पवित्र है. വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കണമെന്നുള്ള ദൈവത്തിന് നമ്മോടുള്ള താല്പര്യമാണ്. पवित्र है इसलिए हम भी पवित्र है, ये परमेश्वर का हमारी प्रति एक इच्छा है. നമ്മുടെ മധ്യ അവൻ വസിക്കുമ്പോൾ നാം വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നില്ല എന്ന് വരികിൽ അവന് നമ്മുടെ മധ്യ വസിപ്പാൻ കഴിയുകയില്ല. हमारे बीच में निवास करते समय अगर हम पवित्र नहीं ठहरेंगे तो वो अति पवित्र परमेश्वर हमारे बीच में वास नहीं कर सकता. പ്രിയമുള്ളവരെ, ഇന്ന് നാം ദൈവവചനം ശ്രവിക്കുമ്പോൾ നമ്മോട് ചോദിക്കേണ്ടത്, ദൈവം എന്നിൽ വസിപ്പാനായിട്ട്, ഞങ്ങളുടെ മധ്യ വസിപ്പാനായിട്ടുള്ള ഒരുക്കം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. प्रिय लोगों, आज हमें यह सवाल करना है कि परमेश्वर हमारे बीच में निवास करने के लिए, वास करने के लिए क्या मैं अपने आप को तैयार किया हूँ. നമ്മുടെ ദൈവം വിശുദ്ധനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. हमारा परमेश्वर पवित्र है, इसी दृष्टिकोण में हम परमेश्वर के प्रेम को समझ पाते हैं. പലപ്പോഴും നമ്മളെ സ്നേഹവാനായ ദൈവത്തെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. कई मर्तबा प्रेमी परमेश्वर के बारे में हम पढ़ते हैं. എന്നാലേ സ്നേഹത്തെ കുറിച്ച് വരുന്നതിന് മുമ്പേ അറിയേണ്ടത് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ്. लेकिन प्रेम में आने से पहले हमें परमेश्वर की पवित्रता के बारे में जानना है. ഒരു വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 23 അധ്യായത്തിന്റെ 14 വാക്യം. व्यवस्था विवरण 23 उसका 14वां आयत. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ട് അകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. क्योंकि तेरा परमेश्वर यहोवा तुझको बचाने और तेरी शत्रुओं को तुझसे हराने को तेरी छावनी के मध्य घूमता रहता, इसलिए तेरी छावनी पवित्र रहनी चाहिए. ऐसा न हो कि वह तेरे मध्य में कोई अशुद्ध वस्तु देखकर तुझ पर. അപ്പോൾ നമ്മുടെ പാളയം അല്ലെങ്കിൽ നാം വസിക്കുന്ന ഇടം പോലും ശുദ്ധിയുള്ളതാകണം. तो हमारी छावनी या जहां हम रहते हैं वो जगह भी पवित्र रहना है.
ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ അറിയാം അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളാണെന്ന്. मैं अक्सर ये कहता हूँ, अगर एक व्यक्ति ने उद्धार पाया है, उसके घर भेंट के लिए जाएंगे तो समझ पाएंगे कि उद्धार पाया है कि नहीं। കാരണം വീട് ഓർഡറിലോട്ട് വരികയാണ്. ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് കടന്നു വന്ന നിമിത്തം ഉണ്ടാകുന്ന മാറ്റമാണ്. क्योंकि उसका घर जो है एक क्रम में आ जाता है, एक अलग अनुभव में आने की वजह से घर में बदलावट होता है। ഇത് ദൈവവചനത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രം കാണുന്ന ഒരു വസ്തുതയാണ്. ये परमेश्वर के वचन के अनुसार केवल मसीह अनुभव में मिलने वाला एक अनुभव है। നമ്മുടെ നഗ്നത അവൻ ഇഷ്ടപ്പെട്ടു. हमारी नंगाई उसको अच्छा नहीं लगता। ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ നഗ്നത എന്നുള്ളത് മനുഷ്യന് മനസ്സിലായത്. परमेश्वर की उपस्थिति या परमेश्वर का जो निकास है वो जब नष्ट हुआ, तब मनुष्य को नंगाई के बारे में जान हुआ। അതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ സംഭവിച്ചത്. और यही उत्पत्ति में हुआ। അന്നു മുതൽ അവൻ നഗ്നത മറയ്ക്കാൻ തനിയെ ശ്രമിച്ചു. उस समय से अपने नंगापन को छुपाने के लिए उसने आप कोशिश किया। എന്നാൽ ദൈവം ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ തോലുകൊണ്ട് അവന് വസ്ത്രം ഉണ്ടാക്കിയെന്ന് വായിക്കുന്നു. लेकिन परमेश्वर ने एक जानवर को काट कर उसके स्किन से हम देखते हैं वहां पर एक वस्त्र बनाया। സങ്കടത്തോടെ പറയണം, ഇന്നത്തെ ഫാഷൻ എന്ന് പറഞ്ഞത് നഗ്നത കാണിക്കുന്നതാണ് ഇന്നത്തെ ഫാഷൻ. दुख से कहना पड़ता है, आजकल का फैशन जो है या स्टाइल जो है आज नंगापन हो गया है। അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വസ്ത്രധാരണത്തിലെ മാന്യതയില്ലാത്ത ഒരു വസ്ത്രവും, ലോകത്ത് പലതും ഉണ്ടാകാം, മാന്യതയില്ലാത്ത വസ്ത്രത്തിലേക്ക് ഒന്നും നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. इसलिए प्रिय लोगों, संसार में बहुत कुछ हो सकता है, लेकिन कभी भी हम अपने आप को अपने वस्त्र धारण के जरिए नंगापन की ओर कभी नहीं जाना। അങ്ങനെയുള്ള വസ്ത്രധാരണം വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള വസ്തുത നാം മറന്നു കളയരുത്. क्योंकि ऐसा पहनावा करने से, नंगावा का पहनावा करने से हम परमेश्वर से दूर हो जाते हैं, इस बात को नहीं भूलना। നാം വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശുദ്ധിയുടെ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും വേണം. हम पवित्र परमेश्वर की आराधना दंडवत जब करते हैं तो एक पवित्रता का अनुशासन हमारे जीवन में होना है। 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇത് ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. पहली थिस्सलुनी में हम ऐसा पढ़ते हैं, परमेश्वर की इच्छा तुम्हारा शुद्धिकरण। അങ്ങനെ എന്ന് വരികിലെ ഈ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. अगर ऐसा है तो इस पवित्र परमेश्वर को पवित्रता से दंडवत करने के लिए क्या मैं तैयार हूँ? 1 തെസ്സലോനി 4 അധ്യായത്തിന്റെ 3-ാം വാക്യം. पहली थिस्सलुनी 4 का ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ എന്ന് വരികിലെ, ഓക്കെ റീഡ്. क्योंकि परमेश्वर की इच्छा यह है कि तुम पवित्र बनो, अर्थात व्यभिचार से बचे रहो, और तुम में हर एक पवित्रताई और आदर के साथ अपने पात्र को प्राप्त करना जाने। അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കേണ്ട വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിച്ച് മുന്നേറുക എന്നുള്ളതാണ്. तो हमारा जीवन का लक्ष्य ये होना है, पवित्र परमेश्वर को पवित्रताई में दंडवत करते हम आगे बढ़े। അപ്പോൾ ഒന്നാമത്തേത് നാം വായിച്ചത്, അശുദ്ധമായതൊന്നും ദൈവസന്നിധിക്ക് ചെല്ലുവാൻ കഴിയുകയില്ല എന്നാണ്. तो पहले हमने जैसा पढ़ा, कोई भी अशुद्ध बातें वहां प्रवेश नहीं कर सकता। വിശുദ്ധിയുടെ പ്രമാണം അനുസരിക്കുന്നവർക്ക് മാത്രമേ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവരായി കാണുവാൻ കഴിയുകയുള്ളൂ. पवित्रताई के नियमों पर चलने वाले ही उस जीवन के किताब में अपना नाम अंकित कर सकते हैं। വിശുദ്ധി എന്ന് പറഞ്ഞത് ഒരു സെപ്പറേഷൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. पवित्रताई का मतलब है अलगावट। സെപ്പറേഷൻ എന്ന് വെച്ചാൽ we are not for common people, we are not common people, we are a separated group of people. अलगावट का मतलब हम साधारण लोग या आम लोग नहीं है, हम अलग किए हुए लोग हैं।
ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നാം ഓരോരുത്തരും. एक खास उद्देश्य के लिए, मकसद के लिए परमेश्वर ने अलग किया हुआ जन है हम. അങ്ങനെയെന്ന് ഒരിക്കൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കണം. ऐसा है तो हमें सवाल करना है, क्या हम केवल परमेश्वर की नाम की महिमा के लिए जीवन बिता पाते हैं? അത് വസ്ത്രധാരണത്തിലായാലും ഭക്ഷണ രീതികളായാലും വസ്തു സമ്പാദനത്തിനായാലും ഇതിലെല്ലാം നാം നോക്കേണ്ടത് എനിക്ക് വാസ്തവത്തിൽ ദൈവിക വിശുദ്ധിയിലെ അടിസ്ഥാനത്തിലുള്ള ജീവിതം നയിപ്പാൻ കഴിയുന്നുണ്ടോ എന്നാണ്. और ये हमारे पहनावे में क्यों ना हो, हमारे खान पीन में क्यों ना हो, हमारे चीजों को बटोरने में क्यों हो, कोई भी विषय क्यों ना हो, हमें उसे इस आधार पर देखना है, क्या पवित्रता के साथ ये मेल खाता है. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോരാനുണ്ടായ ഒരു കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്ക് കൊള്ളാവുന്ന ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. अमेरिका से वापस लौटने का आप लोगों का एक कारण अपने बेटे के लिए अपनी इच्छा के अनुसार एक कपड़ा वहां पर खरीदने नहीं मिलता. അവിടുത്തെ ഫാഷനാണ് നഗ്നത കാണിക്കുക എന്നുള്ളത്. और वहां का फैशन है नंगापन या स्किन दिखाना. എന്നാൽ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് താല്പര്യത്തിന് ഉടുക്കാമല്ലോ, തയ്ക്കാമല്ലോ. लेकिन गांव में आएंगे तो हमारी इच्छा के अनुसार कपड़ा खरीद भी सकते हैं, सिलवा भी सकते हैं. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളുകളിലൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുത്തത് ഡ്രസ് കോഡ് കൊള്ളാവുന്നതാണോ എന്ന് ആദ്യം നോക്കിയത്. और इसीलिए जब यहाँ आकर पाठशाला का हमें चयन करना था, सबसे प्रथम हमने देखा कौन सी पाठशाला में पहनावा अच्छा है. ഞാൻ ഇത് പറയാൻ കാര്യമുണ്ടായത്, പ്രിയമുള്ളവരെ, നാം വ്യക്തിപരമായിട്ട് ഒരു ഒരുക്കപ്പാടിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. कहने का तात्पर्य हमारे व्यक्तिगत जीवन में इसके प्रति एक तैयारी होना है. ദൈവം സമാഗമന കൂടാരം പണിയാൻ പറഞ്ഞപ്പോൾ അവിടെ സ്റ്റെപ്പ് വെക്കരുതെന്ന് പറഞ്ഞു. परमेश्वर ने जब समागमन का वो तंबू बनाने को बोला तो बोला कि वहां पर सीढ़ियां ना रखे. കാരണം അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, നിന്റെ നഗ്നത കാണുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് സ്റ്റെപ്പ് വെക്കരുതെന്ന് പറഞ്ഞു. क्योंकि वहां पर खास कर लिखा गया है, तेरा नंगापन देखना मैं इच्छा नहीं करता, इसलिए वहां पर सीढ़ी नहीं रखना. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കണമെന്ന് വരികിലെ അശുദ്ധമായതൊന്നും തൊടാതെ മാറിയിരിക്കാനായിട്ട് നമുക്ക് കഴിയണം. तुम्हारा नाम अगर परमेश्वर के किताब में लिखना है तो अपवित्र कोई भी चीज को छूना नहीं, तुम्हें अलगावट बरतना है. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ എങ്ങനെയാണ് ഇതെല്ലാം നടക്കാനായിട്ട് പ്രായോഗികമാക്കാനായിട്ട് കഴിയുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. ये जब सुनेंगे तो हो सकता है मन में सवाल आए, ये तमाम बातें हमारे जीवन में कैसे प्रायोगिक किया जा सकता है. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് ഇതിനെല്ലാം ദൈവം വഴികളെ ഒരുക്കി തരും. परमेश्वर से प्रेम रखने वाले और उसके वचन का भय मानने वालों के लिए परमेश्वर सब कुछ आसान कर देता है. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. और हमारे अनुभव से हम ये कह सकते हैं. നമുക്ക് ഏതിനോടൊക്കെ നോ പറയാനായിട്ട് കഴിയും. हम कौन सी चीजों से ना कह सकते हैं. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഒരു മീറ്റിങ്ങിനെ സംസാരിച്ചു. അപ്പോൾ അന്ന് വൈകിട്ട് ആ പ്രിയ സഹോദരനും ഭാര്യയും കൂടെ ഞങ്ങളുടെ മോൾക്ക് ഒരു ഡ്രസ്, एक 4-5 साल के पहले हम लोग एक संगति में गए, वहां पर प्रचार किया और उसके बाद शाम को वहां का एक भाई हमारे बेटी के लिए तोहफे में एक कपड़ा आया. നല്ല बहुत अच्छा कपड़ा था, നല്ല വിലയുള്ളതാണ്. महंगा था. പക്ഷേ അത് ഞങ്ങളുടെ മോൾക്ക് ഇടിയിച്ച് ഞങ്ങളെ പുറത്തോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. लेकिन वो हमारे बेटी को पहनाकर उसे बाहर लेके जाने के लिए हम इच्छा नहीं करते थे. മാതാപിതാക്കളാകുന്ന നമുക്കാണ് ഇതിന്റെ തീരുമാനം വേണ്ടിയത്. हम जो माता पिता है हमें इसका निर्णय. നമ്മുടെ ജീവിതത്തില് ഞാൻ വ്യത്യസ്തനാണ് എന്ന് നമ്മൾ എല്ലാ നിലകളിലും കാണിപ്പാനാ ദൈവം നമ്മെ വിളിച്ചത്. हमारे जीवन में हर पहलू में हम अलग है, ऐसा दिखाने के लिए परमेश्वर ने हमें चुना और बुलाया. ഞാൻ ഒരു പ്രത്യേക യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തിയാണ്. मैं एक खास यात्रा के लिए निकला हुआ व्यक्ति हूँ. അത് നിത്യതയ എന്നുള്ള രാജ്യമാണ് എന്റെ ലക്ഷ്യം മുഴുവൻ. और वो अनंतता का राज्य मेरा मकसद है. അതിനു വേണ്ടിയുള്ള ഒരുക്കപ്പാടിലാണ് ഞാൻ എന്റെ ജീവിതം നയിക്കുന്നത്.
और उसकी तैयारी में मैं अपनी जीवन को बिताता हूँ। നിത്യരാജ്യത്തിലേക്ക് ഞാൻ ഒരുക്കപ്പെടണം. अनंत जीवन के लिए मुझे तैयार होना है। ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പല ഭാഗങ്ങൾ എന്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് സ്പർശിപ്പാൻ ഇടയുണ്ടായി. इन भागों को जब मैं मगन कर रहा था, बहुत से भाग मेरे हृदय को बहुत ही चोट पहुंचा, बहुत ही छुआ। പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്നു എന്ന്. गलतियों की पत्री 4 में प्रेरित पौलुस कहता है, मैं तुम लोगों के लिए एक गर्भवती जैसा पीड़ा सहती है, वैसा पीड़ा में हूँ। ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. मसीह तुम में उत्पन्न हो तब तक मैं जैसे प्रसव पीड़ा में हूँ, ऐसे मेरे बच्चों। കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് ഞാൻ നിങ്ങളെ ഏക പുരുഷനെ നിർമ്മല കന്യകയായി വിവാഹം ചെയ്യുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. कोरिन्थियों 2:3 में जैसा हम पढ़ते हैं, यीशु मसीह जो एकलौता है, उसके लिए मैंने तुम्हें एक विवाह का प्रतिज्ञा किया, तुम्हारी मंगनी कर दिया है। അപ്പോൾ അങ്ങനെയെന്ന് വരികില് തന്റെ ഏക ലക്ഷ്യമായിരിക്കുന്നത് ഇവരിൽ കർത്താവെ ഈ വാസ്തവത്തിൽ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണം. अगर ऐसा है तो उसका एकमात्र लक्ष्य परमेश्वर ये लोग भी इस अनुभव में आने के लिए अब सहायता करे। കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളില് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനെ ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. 1:28 and 29. Colossians 1:28 and 29. कोलोसियों की पत्री 1:28 और 29, जिसका प्रचार करके हम हर एक मनुष्य को जाता देते हैं और सारे जन के हर एक मनुष्य को सिखाते हैं कि हम हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करे, और इसी के लिए मैं उसकी शक्ति के अनुसार जो मुझ में सामर्थ्य के साथ प्रभाव डालती है, तन मन लगाकर परिश्रम भी करता हूँ। പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ഞാൻ അധ്വാനിക്കുക, കാരണം നിങ്ങളെ എനിക്ക് ദൈവത്തിൽ പ്രസന്റ് ചെയ്യണം. प्रेरित पौलुस कहता है, मैं यहाँ पर परिश्रम करता हूँ क्योंकि मुझे आप लोगों को मसीह के सामने खड़ा करना है। ആ പ്രസന്റേഷന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഞാൻ ചെയ്യുന്നത്. और उसका जो तैयारी है वो मैं करता हूँ। അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൊലോസിയൻസ് 1:23. കൊലോസ്യോं की पत्री 1:23. അവിടെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. यदि तुम विश्वास की नेव पर दृढ़ बने रहो और उस सुसमाचार की आशा को जिसे तुमने सुना है न छोड़ो, जिसका प्रचार आकाश के नीचे की सारी सृष्टि में किया गया और जिसका मैं पौलुस सेवक बना। പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് നിങ്ങളെ ദൈവത്തിൽ നിർത്താനായിട്ടാണ് ഞാൻ ഈ അധ്വാനം എല്ലാം ചെയ്യുന്നത്. प्रेरित पौलुस कहता है, तुम्हें परमेश्वर के सामने उपस्थित कराने के लिए मैं ये परिश्रम करता हूँ। അതുകൊണ്ട് നിങ്ങളെ ഞാൻ സകല ജ്ഞാനത്തോടും കൂടെ പ്രബോധിപ്പിക്കുന്നു, ഞാൻ ഏതു മനുഷ്യന്റെയും സകല രീതിയിൽ ഉപദേശിക്കുന്നു, എന്നിട്ട് ഞാൻ കഷ്ടപ്പാടോടുകൂടെ നിങ്ങളെ ദൈവത്തിൽ നിർത്തുവാൻ ഞാൻ ബന്ധപ്പെടുന്നു എന്നാണ്. और इसीलिए मैं पूरे ज्ञान के साथ हर एक मनुष्य को सिखाता हूँ ताकि हर व्यक्ति मसीह के सामने सिद्ध हो, और इसीलिए मैं परिश्रम करता हूँ. എന്റെ PhD പഠനത്തിന്റെ അവസാന ദിവസങ്ങളില് ഞങ്ങൾക്ക് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഡിഫൻസ് അല്ലെങ്കിൽ വൈവ ഉണ്ടായിരുന്നു. आपका PhD के आखिरी समय में उनका एक वाइवा का एक प्रोग्राम था. ആ ദിവസം എന്റെ മെന്റർ അടുത്ത് വന്ന് എന്റെ തോളിൽ കൈതൊട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. और उस दिन आपके मार्गदर्शक आपके साथ आके कंधे पे हाथ रख के प्रार्थना किया. അതിനുശേഷം ഞാനാണ് അവര് ഈ പബ്ലിക് ഡിഫൻസിന് ഏകദേശം 80-100 പേര് വന്നിരുന്നു. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയുമ്പോൾ എന്റെ മെന്ററാണ് തല കുലുക്കി ഓക്കെ. കാരണം അതിന്റെ എല്ലാം ഗ്രേഡ് കിട്ടുന്നത്
എന്റെ क्योंकि वहां पर जो है एक काफी लोग आते हैं, उनका सवाल का जब वो डिफेंस करते हैं तो जो उनका गुरु है या मेंटर जो है वो जो है अपने सर को हिलाते हैं, क्योंकि वहां पर जितना भी अंक मिलता है वो अंक ये गुरु को मिलता है। അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ടൈമില് എനിക്ക് ഫുഡ് എന്റെ കഴുത്തിൽ ഇട്ട് തരുന്നത് എന്റെ മെന്ററാണ്. बिल्कुल वैसे ही ग्रेजुएशन के टाइम में वो हुड जो लगाकर देते हैं वो भी गुरु होता है। അദ്ദേഹമാണ് എന്റെ ആ ഡിസർട്ടേഷന്റെ തീം ഈ ഓഡിയൻസിനെ പ്രസന്റ് ചെയ്യുന്നത്. और वो डिसर्टेशन का जो थीम होता है, जो विषय है, वो आने वाले लोगों को यही वो उसको प्रस्ताव रखते हैं। ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്റെ മെന്റർ ഭയങ്കര ക്രെഡിറ്റ് എടുക്കുക ഇത്. एक रीति से कहे तो मेरा जो गुरु है वो इसका पूरा श्रेय लेता है। 3 PhD അദ്ദേഹത്തിന്റെ കീഴിൽ 3 പേര് ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗ്രേഡ് സാലറിയും കൂടെ കിട്ടുന്നു. और 3 लोग अगर उसके नीचे PhD बन जाते हैं तो उनका ग्रेड बढ़ता है और उसकी तनख्वाह भी बढ़ती है। ഞാനിത് പറഞ്ഞത് പൗലോസ് അപ്പോസ്തലൻ വേദനപ്പെട്ട് താൻ കഷ്ടപ്പെട്ട് ഇവരെ തയ്യാറാക്കുന്നതിന്റെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ നിത്യതയിൽ നാം കാണപ്പെടണമെന്നുള്ളതാണ്. मेरा कहने का तात्पर्य प्रेरित पौलुस इतना कष्ट और परिश्रम उठाकर वो इसलिए इनके लिए काम करता है ताकि ये लोग अनंत जीवन में पाए जाए। ഈ വിവരം ലഭിക്കേണ്ടതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. और ये जानकारी पाने के लिए पौलुस प्रार्थना करता है, കഷ്ടം അനുഭവിക്കുന്നു, कष्ट अनुभव करता है, തടവിലാക്കപ്പെടുന്നു, बंदीगृह में रहता है। ഇതിന്റെ എല്ലാത്തിന്റെയും ലക്ഷ്യം ഇതാ നാം ദൈവസന്നിധിയിൽ കൊള്ളാകുന്നവരായി നിൽക്കണമെന്നുള്ളതാണ്. और इन तमाम चीजों का मकसद एक ही था कि हम लोग परमेश्वर के सामने सिद्ध होकर उपस्थित हो। അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞേച്ച് ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. और इसीलिए पौलुस ने कहा, ये तमाम बातें तुम्हारे लिए प्रचार करके ताकि मैं अपने आप अयोग्य ना हो जाऊं, मैं अपने आप को दंड देकर मैं अपने आप को दास करता हूं। നിങ്ങളെ എല്ലാം ഞാൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാം ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. मैं आप लोगों को ले जाने के लिए जो कुछ भी जरूरी था वो तब किया, लेकिन मैं अपने आप में धोखा न खा जाऊं, इसलिए मेरी भी तैयारी मुझे करना है। ഞങ്ങളുടെ കുന്നംകുളം ടൗണിൽ നിന്ന് തൃശ്ശൂരിലോട്ട് ബസ് ഒരു കയറ്റത്തിലാ കൊണ്ടു നിർത്തുന്നത്. कुन्नंगलम टाउन में त्रिशूर में जो बस स्टॉप है, बस स्थानक है, वहां पर बस जो है एक चढ़ाव पर खड़ा किया जाता है। എല്ലാ മിനിറ്റിലും ഓരോ ബസ് ഉണ്ട്. और हर मिनट में एक बस है। ആ ബസ്സിലേക്ക് ഒരുവൻ നിന്ന് ഇങ്ങനെ ആളുകളെ ബസ് പോകുന്ന വഴി അത് കളക്ടറേറ്റ് വഴിയാണ് എന്ന് തുടങ്ങിയുള്ള അവിടുത്തെ വിവരണങ്ങളെല്ലാം ഇദ്ദേഹം നിന്ന് ഇവിടെ പറയും. तो एक व्यक्ति वहां खड़ा होकर ये बस जिस मार्ग से जाता है वो पूरा मार्ग का विवरण देता है। എന്നിട്ട് ആളുകളോട് പറയും, ഇവിടെ സീറ്റ് ഉണ്ട്, കേറിക്കോ, ഇരുന്നോ, ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന വണ്ടിയാണെന്നൊക്കെ വിളിച്ചു പറയും. और लोगों से कहता है कि ये गाड़ी में जगह है, आप यहाँ बैठ जाओ, ये गाड़ी जल्दी पहुंचेगा, इन तमाम बातों को बताता है, जानकारी देता है। ഇവിടെ നിന്ന് വിട്ടുപോകേണ്ട സമയം വരുമ്പോൾ അദ്ദേഹം വലിയ വിസിൽ അടിച്ചേച്ച് അദ്ദേഹം താഴെ ഇറങ്ങും. और जब वो गाड़ी जाने का समय होता है तो वो लंबी सीटी मार के गाड़ी से नीचे അദ്ദേഹത്തിന്റെ അവിടെ നിപ്പും വിളിയും കേട്ടാൽ അദ്ദേഹം തൃശ്ശൂർ പലതവണ പോയ ആളാണ് നമ്മൾ ചിന്തിക്കുന്നത്. वो वहां इस तरह खड़ा होता है, उसका बर्ताव को देखकर हमें लगता है ये बहुत बार त्रिशूर गया होगा। ഇന്നേ വരെ അദ്ദേഹം തൃശ്ശൂർ പോയിട്ടില്ല, അതിന് പുള്ളിക്ക് പറ്റുന്നില്ല. കാരണം ഈ പുള്ളി വണ്ടിയിൽ ആളെ വിളിക്കുന്ന ഏജന്റ് എന്ന് മാത്രമേ ഉള്ളൂ. लेकिन आज तक ना तो वो त्रिशूर कभी गया है और ना ही कभी जा पाया है, क्योंकि गाड़ी में लोग भरने का केवल एक एजेंट है वो। ഞാനിത് പറഞ്ഞത് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ കർത്താവേ എനിക്ക് അങ്ങയുടെ തിരുസന്നിധിയിൽ ചെല്ലണമെന്ന് ഉറപ്പാണെന്ന് വരികില് സുവിശേഷീകരണം നാം ജീവിതത്തിലൂടെ ചെയ്യുകയാണ്. मेरा कहने का तात्पर्य, हमारे मन में अगर हम ये ठान लेते हैं कि परमेश्वर मुझे वो स्वर्ग में पहुंचना है, तो सुसमाचार जो है हमारा जीवन का भाग बन जाता है। അതുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലോ രോഗികൾ സൗഖ്യമാകുന്നതിലോ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. इसलिए यीशु मसीह ने अपने चेलों से कहा, तो आत्मा तुम्हारे वश में है या बीमारों को तुम चंगा करते हो, इसमें तुम्हें आनंदित नहीं होना है। നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിക്കും. लेकिन तुम्हारा नाम स्वर्ग में लिखा गया, इसलिए आनंदित हो।
നാം അശുദ്ധമായതൊന്നും ദൈവസനിൽ ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. कोई भी अपवित्र अशुद्ध बातें स्वर्ग में नहीं पहुंचेगा। ഇന്ന് വചനം കേൾക്കുമ്പോൾ നമ്മോട് ചോദിക്കേണ്ട അശുദ്ധിയുടേതായിട്ടുള്ള എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ, ഞാൻ ഇനിയും റെക്ടിഫൈഡ് ആയിട്ടില്ല എന്നതില്ലേ, അത് കർത്താവ് എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. आज वचन सुनेंगे तो हमें अपने आप से सवाल करना है कि अभी तक अशुद्ध या मेरे जीवन से निकालने का ऐसा कोई विषय अगर मेरे जीवन में हो तो सुधार करने के लिए प्रभु मैं तैयार हूँ। രണ്ടാമത്തേത്, മ്ലേച്ഛതയുള്ളതൊന്നും ദൈവസനിൽ ചെല്ലുവാൻ കഴിയുകയില്ല. दूसरा है घृणा की बातें कुछ भी वहां प्रवेश नहीं करेगा। ഈ മ്ലേച്ഛത എന്ന് പറഞ്ഞത് എന്താണ്? घृणा का मतलब क्या है? അബോമിനേഷൻ. जो अबोमिनेशन है या जो ധരിച്ചത് ഏകാഗ്ര ഹൃദയമുള്ളവരായി ദൈവത്തെ അനുഗമിക്കേണ്ടതിന് വേണ്ടിയാണ്. परमेश्वर ने हमें बुलाया ताकि एक चित्त होकर परमेश्वर के पीछे ध्यान से हम चले। എന്നാൽ ഞാൻ തിരുവചനത്തിൽ കാണുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. രാജാക്കന്മാർക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. पहली राजा 11वां अध्याय उसका 7. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോശിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. उन दिनों में सुलेमान ने यरूशलेम के सामने के पहाड़ पर मोआबियों के खामोश नाम द्रुणित देवता के लिए और अमोनियों के मोलेक नाम द्रुणित देवता के लिए एक ऊंचा स्थान बनाया। ദൈവത്തിന് വേണ്ടി ആലയം പണിത വ്യക്തി തന്നെയാണ് മ്ലേച്ഛത വിഗ്രഹങ്ങൾക്ക് ആലയം പണിയുന്നത്. यहाँ पे परमेश्वर के लिए मंदिर बनाया हुआ वही व्यक्ति यह द्रुणित देवता के लिए, देवताओं के लिए एक मंदिर बनाता है। ശലോമോൻ അതിനെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം തന്റെ ഭാര്യമാരെ പ്രീതിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. सुलेमान को इसका पीछे एक कारण बताने के लिए है, अपने पत्नियों को सराहने के लिए उसने ये किया। നമ്മോട് ഇന്ന് ചോദിക്കേണ്ടത്, ഞാൻ വിഗ്രഹമായിട്ട് ഒരുപക്ഷെ ഒന്നിനെയും പണിതിട്ടില്ല, എന്നാൽ എന്റെ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ ഏതാണുള്ളതെന്നാ ചോദിക്കുക. हमें आज ये सवाल करना है, मैंने ऐसा कोई मूर्ति तो नहीं बनाया, लेकिन मेरे जीवन में क्या ऐसी कोई मूर्ति है? ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുമോ? मैं स्वयं अपने लिए एक मूर्ति बनाता हूँ। അത് നമ്മുടെ പൊസിഷനോ പണമോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോ ഇവയെല്ലാം നമുക്ക് മൂർത്തിയായിട്ട് ഭവിക്കാം. हमारी औदा, हमारी संपत्ति, हमारी काबिलियत, ये तमाम चीजें हमारी मूर्ति बन सकता है। വിഗ്രഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ വികർഷേണ ഗ്രസിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് പലതിലേക്ക് പോകുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. मूर्ति पूजा या मूर्ति का मतलब है एक से अनेकता की ओर। അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്. दूसरी कोरिन्थी 11वां अध्याय के 3रे आयत में हम इस प्रकार पौलुस वहां पर ऐसा लिखा है कि परंतु मैं डरता हूं कि जैसे कि चतुराई से बहका कर तुम्हारी मन सीधाई और पवित्रताई जो मसीह में है उससे अलग हो जाए। ഏകാഗ്രതയും നിർമ്മലതയും കളഞ്ഞിട്ട് മറ്റൊന്നിന്റെ പുറകെ പോകുന്നതാണ് വിഗ്രഹാരാധന. सीधाई और पवित्रताई को छोड़कर किसी और के पीछे जाना वो मूर्ति पूजा है। എന്റെ ലക്ഷ്യം മുഴുവൻ എന്റെ ദൈവവുമായിട്ട് ബന്ധപ്പെടണമെന്നുള്ളതാണ്. मेरा मकसद पूरा परमेश्वर के साथ जुड़ा रहना है। അതിനല്ലാത്തത് ഏതെല്ലാം ഉണ്ടോ എന്ന് ദൈവസന്നിധിയിൽ നാം പരിശോധിക്കണം. और जो वैसा नहीं, ऐसा कौन सी वो बात है, वो परमेश्वर के सामने हमें जांचना है। കർത്താവിനോട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഇതേ രോഗികൾ സൗഖ്യമാകുന്നു. चेलों ने आकर परमेश्वर से, यीशु से कहा कि देखो बीमार चंगा होते हैं, ഇതേ അത്ഭുതങ്ങൾ നടക്കുന്നു, वहां पे चमत्कार हो रहा है। അതിന്റെ പേരില് അതിലാണ് ഇവർക്ക് സന്തോഷിപ്പാനുള്ളതെന്ന് അവര് പറയുന്നു. और इसमें उन्हें आनंद मिलता है, ऐसा वो कह रहे हैं। ഞാനിങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, പത്രോസും യോഹന്നാനും യെരുശലേമിന് വീതിയിലൂടെ നടക്കുമ്പോൾ അവരെ നിഴല് തട്ടിയാൽ സൗഖ്യം വരിക. मैं मजाक में ऐसा कहता हूँ कि पतरस और यूहन्ना जब यरूशलेम के रास्ते से चलते हैं
तो उनका छाया पड़ने से लोग चंगा हो जाते हैं। നമ്മള് ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ എനിക്കൊരു ഷേഡോ മിനിസ്ട്രി ദൈവം തന്നിട്ടുണ്ട് എന്ന് നേരിയ ശുശ്രൂഷ. हम होते तो कहते हैं परमेश्वर ने एक परछाई का सेवकाई मुझे दिया है। എന്നാലേ അതിലൊന്നും അല്ല അത്ഭുതപ്പെടേണ്ടത്, അതിലല്ല സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. लेकिन इस किसी भी चीज में हमें आनंदित नहीं होना है, हमें इसलिए आनंदित होना है क्योंकि हमारे नाम स्वर्ग में दर्ज किया गया है। ദൈവസന്നിധിയിലെ നിത്യജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതണമെന്ന് വരികില് എന്റെ ഏകാഗ്രതയും നിർമ്മലതയും വ്യക്തമാകണം. स्वर्ग के किताब में अगर मेरे नाम को लिखना है तो मेरी सीधाई और मेरी पवित्रताई वो सही रहना है, एकाग्र रहना है। അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് നിങ്ങൾ മറ്റെല്ലാത്തിനെയും വിട്ടേച്ച് ഒന്നാമത് എനിക്ക് സ്ഥാനം നൽകണം. इसीलिए यीशु मसीह ने कहा बाकी तमाम चीजों को छोड़कर तो मुझे प्रथम स्थान दो। പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലെ ഒരു വ്യക്തിയെ എടുത്തു പറയുന്നുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ഒരാള്. फिलिपियों की पत्री 4वां अध्याय उसके 3रे आयत में प्रेरित पौलोस एक व्यक्ति का नाम उल्लेख करता है। സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. और मैं सच्चे सकर्मी में तुझसे भी विनती करता हूँ कि तू उन स्त्रियों को सहायता कर, क्योंकि उन्होंने मेरे साथ सुसमाचार फैलाने में क्लेमेंस और मेरे उन और सकर्मियों को समेत परिश्रम किया जिनके नाम जीवित पुस्तकों में लिखा हुआ है। ക്ലേമന്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ മനസ്സിലായത്? क्लेमेंस का नाम जीवन के पुस्तिका में लिखा है, पौलोस को कैसे जानकारी मिला? ഞാൻ പറയും തന്റെ ജീവിതത്തിലെ നിർമ്മലത, मैं कहूंगा उसके जीवन की पवित्रताई को देखकर, ദൈവത്തോടുള്ള തന്റെ ഏകാഗ്രമായ നിർമ്മല സ്നേഹം, परमेश्वर के प्रति उसका जो एक निर्मल प्रेम है, ഏക ലക്ഷ്യത്തോടെയുള്ള ജീവിത ശൈലി, एक मकसद से जो जीवन का शैली है, ആ കാഴ്ചപ്പാടിൽ വന്നപ്പോൾ പൗലോസ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന്. उस अनुभव में जब आए तो प्रेरित पौलोस कहता है मुझे पूरा पुष्टिकरण है कि उसका नाम उस जीवन की पुस्तक में है। ഒരു പ്രിയ സഹോദരൻ മറ്റൊരു സഹോദരനെ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചു. एक प्रिय भाई दूसरे भाई को ये पिछले दिनों में बुलाया। ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തെ വിളിപ്പാൻ കാര്യം എന്താണെന്ന്. मैंने उससे पूछा कि उसे बुलाने का कारण क्या था। അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു കർത്താവ് വന്നോ പോയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചതാണ്. तो उन्होंने कहा परमेश्वर आया या नहीं आया ये जानने के लिए मैंने उसे बुलाया। കർത്താവ് വന്നാ പുള്ളി പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്നാ പുള്ളി പറഞ്ഞു എന്നോട്. क्योंकि उन्होंने कहा कि परमेश्वर आएगा तो वो निश्चित जाएगा, ऐसा उन्होंने कहा। ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആ ഏകാഗ്രതയോടെ നിർമ്മലതയോടെ മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കാതെ അങ്ങയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിതം നയിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. मेरा कहने का तात्पर्य हमारे जीवन में भी वो सीधाई और पवित्रताई को नष्ट न करते हुए और किसी में हमारा ध्यान न भटकते हुए, हमारा विश्वास भ्रष्ट न होते हुए, केवल परमेश्वर में विश्वास रखते हुए उसी में आश्रय, उस सीधाई और पवित्रताई में हमारे जीवन को हमें बिताना है। മൂന്നാമത്തേത് ബോഷ്ക്ക് പ്രവർത്തിക്കുന്നവർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ സാധ്യമല്ല. और तीसरा झूठ करने वालों का नाम जीवन के पुस्तिका में नहीं होगा। അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ബോഷ്ക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? तो झूठ इसका मतलब क्या है? യെശയ്യാ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ വളരെ വിഷമിച്ച ഒരു അനുഭവം ഉണ്ടായി. 5-ാം അധ്യായം നമുക്ക് നോക്കാം. यशायाह नबी उसके जीवन में बहुत ही दुख का एक परिस्थिति आया। यशायाह नबी का किताब 5वां अध्याय में आएंगे। അവിടെ നാം വായിക്കുന്ന 18-ാം വാക്യം മുതൽ വായിക്കാം. 18वें आयत से हम पढ़ेंगे। വ്യാജഭാഷം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ, കാണാമല്ലോ. ഇസ്രായേലിൻ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം.
തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ. यशायाह नबी का किताब 5वां अध्याय 18 से आगे पढ़ते हैं। हाय उन पर जो अधर्म को, अनर्थ और रस्सियों की और पाप को मानो गाड़ी के रस्सी से खींच ले आते हैं, जो कहते हैं वो फुर्ती करे और अपने काम को शीघ्र करे कि हम उसको देखें और इस्राएल के पवित्र की युक्ति प्रकट हो, यह निकट आए कि हम उसको समझे। हाय उन पर जो बुरे को भला और भले को बुरा कहते हैं और अंधियारे को उजियाला और उजियाले को अंधेरा ठहराते और कड़वे को मीठा और मीठे को कड़वा करके मानते हैं। हाय उन पर जो अपनी दृष्टि में ज्ञानी और अपने लेखे बुद्धिमान है। ഇവിടെ 5 തവണയാണ് അയ്യോ കഷ്ടം എന്നുള്ള പ്രയോഗം നമ്മൾ വായിക്കുന്നത്. यहाँ पर हाय उन पर इस वाक्य को 5 मर्तबा लिखा गया है। ഈ ഭാഗങ്ങളിൽ നാം കാണുമ്പോൾ എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത്? इस परिच्छेद में हम क्या देखते हैं? നാം വായിച്ച 18ാം വാക്യത്തിൽ പറഞ്ഞു, വണ്ടിക്കയറുന്നത് പോലെ അകൃത്യത്തെയും വ്യാജത്തെയും കെട്ടിയിരിക്കുക. 18वें आयत में हमने देखा रस्सियों की तरह या गाड़ी के रस्सी के जैसा अधर्म और अनर्थ को बांध रखा है। എന്നിട്ട് പറയുന്നത് ദൈവം പ്രവർത്തിക്കുമോ ഞങ്ങളൊന്ന് കാണട്ടെ. और फिर कहते हैं परमेश्वर कार्य करेगा, हमें देखने दो। പ്രിയമുള്ളവരെ, ദൈവത്തെ ചോദ്യം ചെയ്യുവാനും ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരുമായിട്ട് നിൽക്കാൻ തയ്യാറായിട്ട് അങ്ങനെയുണ്ടോ, ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണണം. प्रिय लोगों, परमेश्वर के उद्देश्य के खिलाफ और उसकी योजना के खिलाफ उसका सवाल करते हुए और फिर कहना कि क्या ऐसा होगा, ये पूछना। ഞങ്ങളുടെ നാട്ടിലെ കുന്നംകുളം തൃശ്ശൂർ ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം ബ്ലേഡ് കമ്പനി ഉള്ളത്, സാമ്പത്തിക കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. हमारे इधर त्रिशूरम कुन्नंगुलम इन जगहों में ये सबसे ज्यादा ऋण देने वाले लोग हैं। തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ തന്നെ ഹെഡ് ഓഫീസ് അവിടെ. त्रिशूर में ही केरला फाइनेंशियल जो वो कार्यशाला है, उसका हेड ऑफिस वहीं पर है। ഞാനൊരു പ്രിയ സഹോദരനോട് പറഞ്ഞു, ബ്ലേഡ് കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന്റെ പുറകെ പോവുകയും ചെയ്യരുതെന്ന്. मैंने एक भाई से कहा कि ऐसे जो कर्ज देने वाले ऐसे माफिया जो है उनके साथ ना तो विनिवेश करना ना उनके साथ जुड़ना। അത് ഒരു പാസ്റ്ററോട്, ഞാൻ പഠിപ്പിച്ച ഒരു സഹോദരൻ പാസ്റ്ററാണ്, അദ്ദേഹത്തോടാ ഞാൻ പറഞ്ഞത്. वो एक भाई है जिसको मैंने सिखाया है और जो एक पासवान भी है, उससे कहा था मैंने। അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ പണത്തും കിട്ടുന്ന എവിടെയാണേലും ഏത് രീതിയിലാണേലും ഞാൻ സ്വീകരിക്കും, അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, ഞാൻ മാക്സിമം അതിന്റെ മുതലെടുക്കുമെന്ന്. उसने मुझसे कहा कि पैसा मिलने का कोई भी रवैया या विवाद क्यों ना हो, मैं उसके लिए उसके पीछे जाऊंगा, मैं पैसा कमाऊंगा और जितना हो सकता है उतना उसका फायदा लूंगा। ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതിയില് ഈ ബ്ലേഡ് കമ്പനി ഒരിക്കലും വരികയില്ല. एक बात बताता हूँ, परमेश्वर के उद्देश्य में ये ऐसा कर्जा देने वाली कंपनियां नहीं। ത്തോടെ പറയണം, പെന്തക്കോസ്തുകാര് തന്നെ ഇപ്പൊ ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ട്. बड़े दुख से कहना पड़ता है, कई मसीह लोग ऐसे कंपनियों को चलाते हैं। ധനത്തിൽ ആശ്രയിക്കുകയും ധനത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്തവരുടെ എല്ലാം ജീവിതം അവസാനിച്ചെന്നേ നമ്മൾ പറയാനുള്ളൂ. पर धन में जिसने भरोसा रखा है और धन के लिए जो भी जिया है, इन तमाम लोगों का जीवन नाश हुआ है, केवल इतना ही कहना चाहता हूँ। അതിനുവേണ്ടി ബോഷ്ക്ക് പറഞ്ഞ് കാര്യങ്ങളെ നേടുവാൻ ശ്രമിക്കുന്നവർക്കെല്ലാം ദോഷകരമായത് സംഭവിക്കുന്നു. और उसको पाने के लिए झूठ बोलकर जिन्हें भी कमाई की है, उन तमाम लोगों के लिए वो सब एक केवल नाश का कारण बना है। 15ാം സങ്കീർത്തനം നാം വായിക്കുന്ന അവസരത്തില് भजन संहिता 15 में जब हम पढ़ते हैं, അവിടെ ബോഷ്ക്ക് പറയുന്ന ആർക്കും അവന്റെ തിരുസനയിൽ ചെല്ലുവാൻ കഴിയുകയില്ല എന്ന് കാണുന്നു, വായിച്ചു. वहां पे लिखा है कि झूठ बोले हुआ कोई भी व्यक्ति उसके उपस्थिति में पहुंच नहीं सकता। യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ,
സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. भजन संहिता 15। हे परमेश्वर, तेरे तंबू में कौन रहेगा? तेरे पवित्र पर्वत पर कौन बसने पाएगा? वह जो खराई से चलता और धर्म के काम करता है और हृदय से सच बोलता है, जो अपनी जीभ से निंदा नहीं करता और न अपने मित्र की बुराई करता है और न अपने पड़ोसी की निंदा सुनता है, वह जिसका दृष्टि में निकम्मा मनुष्य तुच्छ है और जो यहोवा के डरवैयों का आदर करता है, जो शपथ खाकर बदलता नहीं चाहे हानि उठाना पड़े, जो अपना रुपया ब्याज पर नहीं देता और निर्दोष की हानि करने के लिए घूस नहीं लेता है, जो कोई ऐसी चाल चलता है वह कभी न डगमग। ജീവിത ലക്ഷ്യം എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയാല് നമുക്ക് അതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. जीवन का लक्ष्य क्या है, इस बात को अगर समझ ले तो हमारी जीवन को उस रीति से हम सुधार सकते हैं। നാം എവിടേക്ക് യാത്ര ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഡ്രസ്സ്, അതുപോലെ നമ്മുടെ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത്. हम कहाँ जा रहे हैं उसके ऊपर निर्भर करता है हमारी तैयारी और हमारा पहनावा। നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണെന്നുള്ളതിനെ നാം പലപ്പോഴും നാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. हमारी मसीह जीवन भी ऐसा है कि यात्रा है, ऐसे कई मर्तबा हम याद दिलाते हैं। നമ്മള് പിൽഗ്രിം പ്രോഗ്രസ് എഴുതിയ കർത്താവിന്റെ ദാസൻ ജോൺ ബനീനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. पिलग्रिम प्रोग्राम जिन्होंने लिखा, वो उसका लेखक जॉन बेनिन के बारे में हमने कई बार सुना है। 13 വർഷം താൻ സത്യവചനം സംസാരിച്ചിരുവിൽ ജയിലിൽ കിടന്നയാളാണ്. 13 साल सच्चे वचन को प्रचार करने के बाद बंदीगृह में डाला गया एक व्यक्ति। ജയിൽ അധികൃതർക്ക് അറിയാമായിരുന്നു ഇദ്ദേഹം തെറ്റ് ചെയ്തയാളല്ല, വചനം പ്രസംഗിച്ചു എന്നുള്ള മാത്രമേ അദ്ദേഹത്തിന്റെ എതിരെയുള്ള കുറ്റമുള്ളൂ. और उस जेल के अधिकारी भी जानते थे इस व्यक्ति ने कोई भी गलती किया नहीं है, केवल प्रचार किया, यही उनके खिलाफ एक दोष था। അതുകൊണ്ട് അവര് പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പുറത്തു പോവുകയോ പ്രസംഗിക്കുകയോ രഹസ്യമായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ഇനി വിരോധമില്ലെന്ന്. तो उन्होंने उन लोगों ने उस पासवान से कहा कि क्योंकि आपने ऐसा कोई गलती किया नहीं, आप कभी भी बाहर जा सकते हो और रहस्य रीति से प्रचार कर सकते हो और आपको कोई भी। അദ്ദേഹം പറഞ്ഞത്, ഞാൻ പോകയില്ല, ഞാൻ അങ്ങനെ ഒരു വ്യാജം പറഞ്ഞിട്ട് കർത്താവിന്റെ വചനം പറയാൻ എനിക്ക് ഇഷ്ടമില്ല എന്നാണ്. उन्होंने कहा, मैं नहीं जाऊंगा, ऐसा झूठ कहकर परमेश्वर का वचन प्रचार करने में मेरी कोई तात्पर्य नहीं। 13 വർഷം താൻ ജയിലിൽ കിടന്നപ്പോൾ തന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് ഈ പിൽഗ്രിം പ്രോഗ്രസ് പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം. और 13 साल में जो वो जेल में थे, उसका जो कहानी उन्होंने अपनी बेटी को बताया, वही है ये किताब जो है पिलग्रिम्स प्रोग्रेस जो है। 13 വർഷം താൻ കിടന്നെങ്കിൽ ഈ എത്രയോ വർഷങ്ങളാണ് ആ പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറഞ്ഞ പുസ്തകം നിമിത്തം എത്ര പേരാണ് രക്ഷിക്കപ്പെട്ടത്. अगर 13 साल वो वहां पर पड़ा रहा तो पिलग्रिम्स प्रोग्रेस इस किताब के माध्यम से कितने लोग प्रभु में उद्धार पाए। ഞാനിത് പറയാൻ കാര്യമുണ്ടായത്, കർത്താവേ ബോഷ്കിൽ നിന്ന് എന്നെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. एक कहने का तात्पर्य परमेश्वर से कहना कि ऐसे झूठ से मुझे दूर करे। സദൃശ്യവാക്യങ്ങളിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ അതിന്റെ 30-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യം. നീതി വചൻ 30 उसका 7, 8 और 9. രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. नीति वचन 30 उसका 7, 8 और 9. मैंने तुझसे 2 वर मांगे हैं, इसलिए मेरे मरने से पहले उन्हें मुझे देने से मुंह न मोड़ना, अर्थात व्यर्थ और झूठ बात मुझ पर दूर रख। मुझे ना तो निर्धन और ना तो धनी बना, प्रतिदिन की रोटी मुझे खिलाया कर। ऐसा ना हो कि जब मेरा पेट भर जाए तब मैं इनकार करके कहूं कि यहोवा कौन है, वह अपने भाग खोकर चोरी करूं और अपने परमेश्वर का नाम अनुचित रीति से लूं. മാനന്തവാടിയിലെ ഈ കഴിഞ്ഞ ഇടയ്ക്ക്
ദുബായിലുണ്ടായിരുന്ന ഒരു കപ്പല് ജോയി സൂയിസൈഡ് ചെയ്ത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. मानंतवाड़ी में जॉय नाम का एक व्यवसायी जो दुबई में था, उनका मौत हो गया, ये आप लोगों ने सुना होगा। എല്ലാ കാര്യങ്ങളിലും തന്നെ വളരെ ജനറസ് ആയിട്ടുള്ള ഒരാളാണ്. हर बात में बहुत ही उदार व्यक्ति था। എന്നാലേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? लेकिन क्यों ऐसा हुआ? പല കാരണങ്ങളാണ് പറയുന്നത്. बहुत से कारणों को बताया जा रहा है। പക്ഷെ ഞാൻ ഈ വായിച്ച വാക്യത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ കാണുവാൻ ശ്രമിക്കുന്നു. लेकिन इस वचन के द्वारा मैं उन्हें देखना चाहता हूँ। നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമുക്ക് ഇത് പ്രാർത്ഥിക്കാനായിട്ട് പ്രാഗൽഭ്യം ഉണ്ടോ എന്ന് ചോദിക്കണം. हमारे व्यक्तिगत जीवन में प्रार्थना करने के लिए क्या हम योग्य है? इन वचनों के आधार पर सोचो। രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവവരുന്നവ എനിക്ക് മുടക്കരുത്. दो वर मैंने तुझसे मांगे हैं और वो उससे मुंह नहीं मोड़ना। ഒന്ന്, വ്യാജവും ദോഷവും ഭോഷ്കും എന്നോട് അകറ്റണം. एक, व्यर्थ और झूठी बातें मुझसे दूर रख। രണ്ടാമത്, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരരുത്. दूसरा, मुझे ना तो निर्धन कर और ना धनी बना। മൂന്നാമത്തേത്, നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണം. तीसरा, प्रतिदिन की रोटी मुझे खिलाया कर। അത് ഒരു ട്രാൻസ്ലേഷനില് ഞാൻ വായിച്ചത് ഗിവ് മീ ദ ഫുഡ് വിച്ച് യു പ്രിസ്ക്രൈബ് ഫോർ മീ എന്ന. एक परिभाषा में मैंने ऐसा पढ़ा, मुझे वो खाना दे जो तूने मेरे लिए तय किया है। ഞാൻ താല്പര്യപ്പെടുന്ന ഭക്ഷണമല്ല, ദൈവമേ അങ്ങന്ന് താല്പര്യപ്പെടുന്ന ഫുഡ് എനിക്ക് തന്നാ മതി. मुझे जो अच्छा लगे वो नहीं, जो आप मेरे लिए तय किए हैं वो खाना मुझे काफी है। നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കണം. ദൈവസേനയിലെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് നിൽപ്പാനായിട്ട് കഴിയുന്നത് ഒരു കർത്താവേ, ഭോഷ്കും അതുപോലെ തന്നെ വ്യാജവും എന്നിൽ നിന്ന് അകറ്റണമെന്ന് പ്രാർത്ഥിക്കണം. हमें प्रार्थना करना है, परमेश्वर हमारे जीवन से व्यर्थ और झूठ को दूर कर दे। കാരണം എനിക്ക് ദൈവസേനയിൽ ചെല്ലുവാനുള്ളവരാണ് ഞാൻ. क्योंकि परमेश्वर की उपस्थिति में पहुंचने वाला हूं मैं। എന്റെ ലക്ഷ്യം മുഴുവൻ ഈ ലോകത്തിൽ ഞാൻ ഒരു വലിയ മാൻഷൻ ഉണ്ടാക്കി ഇവിടെ താമസിക്കാനല്ല. मेरा मकसद इस संसार में बहुत बड़ा एक बंगला या महल बनाकर जीने का नहीं है। എന്റെ ലക്ഷ്യം മുഴുവൻ ദൈവം ഒരുക്കുന്ന ഒരു ദേശമുണ്ട്, അവിടേക്ക് എത്തണമെന്നുള്ളതാണ്. मेरा मकसद यही है, परमेश्वर रचने वाला एक नगर है, मुझे वहां पहुंचना है। ആ ദേശത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം ഒരുക്കുന്നുണ്ടോ എന്നാ ചോദിക്കേണ്ടത്. और उस देश के लिए, उस राज्य के लिए क्या मैं अपने आप को तैयार करता हूं या नहीं, ये सवाल करना है। ജീവന്റെ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പേര് അതിനകത്തുണ്ടോ എന്ന് നോക്കുവാൻ ഏതാണ് യോഗ്യത? जीवन की किताब में मेरे नाम है या नहीं, ये देखने के लिए क्या है मेरी योग्यता? നാം പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങള്, ये तीन बातें जो हमने कहा, വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിതം നയിക്കണം. पवित्रताई की उस निर्धारित कानून के अनुसार हमारी जीवन को बिताना। മ്ലേച്ഛതകളായി ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാകണം. दृढ़ता वाली या ऐसी गंदगी का कोई भी बात मेरे जीवन में ना हो, ये कहने की योग्यता हमारी जीवन में हो। ഭോഷ്ക് അല്ലെങ്കിൽ വ്യാജം എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയണം. झूठ या कोई भी ऐसा असत्य मेरे जीवन में नहीं है, ये कहने का मुझे योग्यता होना है। അങ്ങനെയുള്ളവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. ऐसे जो है उनका नाम स्वर्ग में लिखा है तो हम आनंदित हो सकते हैं। നമ്മള് സന്തോഷിപ്പാൻ പലപ്പോഴും ലൗകികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. कई बार आनंद उठाने के लिए सांसारिक बातों को हम सोचते हैं। നല്ല പണമുണ്ട് കേട്ടോ, हाँ, നല്ല बहुत पैसा है, ജോലിയുണ്ട്, बहुत നല്ല पैसा है, नौकरी है, ധാരാളം വസ്തുവകളുണ്ട്. बहुत धन संपत्ति है। അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ പെനയാൻ താല്പര്യപ്പെടുന്നത്. और इसके आधार पर मसीह जीवन को हम भूलना चाहते हैं। കർത്താവ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് അവിടെ പറയുന്നുണ്ട്, ധനവാനായ ഒരു മനുഷ്യൻ തനിക്ക് എല്ലാം ഉണ്ടായി, എല്ലാം സമൃദ്ധമായിട്ടുണ്ടായി, അതെല്ലാം താൻ തന്റെ ഭണ്ഡാര ശേഖരത്തിൽ കൂട്ടിവെച്ചു. എന്നിട്ട് താൻ പറയുന്നത്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക.
लूका 12 में हम देखते हैं एक दृष्टांत में यीशु मसीह ने कहा, एक धनी व्यक्ति था, वो सब कुछ जमा किया, बहुत धनी था, उसने भंडारशाला में इकट्ठा किया और फिर उसने अपने आप से कहा, खाओ पियो और मौज करो। ദൈവം അവനെ വിളിക്കുന്ന മൂഢ, ഇന്ന് ഞാൻ നിന്നോട് നിന്റെ ജീവൻ ചോദിച്ചാൽ നീ എവിടെ നിന്റെ നിത്യത ചെലവഴിക്കും? परमेश्वर उसे मूर्ख बुलाता है और उससे सवाल करता है कि मूर्ख, आज अगर तेरी आत्मा को मैं मांग लूं तो तेरी अनंतता कहाँ होगा? ആ അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കാം. उस अध्याय के 15वें आयत को हम पढ़ेंगे। സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവിവിടെ ഓക്കെ, लूका रचित समाचार 12वां अध्याय का 15वां आयत, और उसने उनसे कहा, चौकस रहो और हर प्रकार के लोभ से अपने आप को बचाए रखो, क्योंकि किसी का जीवन उसकी संपत्ति की बहुतायत से नहीं होता। വസ്തുവകയല്ല ജീവനാധാരമായിരിക്കുന്നത്. संपत्ति हमारा जीवन का आधार नहीं है। ഞാനും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? क्या मैं और परमेश्वर के साथ मेरा एक रिश्ता है? ഞാൻ യേശുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുവോ? क्या मैंने यीशु मसीह को अपना व्यक्तिगत उद्धारकर्ता और तारणहारा के रूप में स्वीकार किया है? യേശു എന്റെ ജീവിതത്തിന്റെ നായകനാണോ? क्या यीशु मसीह मेरा जीवन का नायक है? യേശു എന്റെ ജീവിതത്തിൽ രാജാവായി വാഴുന്നുണ്ടോ എന്നാ ചോദിക്കേണ്ടത്. क्या यीशु मसीह मेरे जीवन में राजा होकर प्रभुता करता है? ये सवाल करना। മോശ ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുമ്പോൾ ആവർത്തന പുസ്തകം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 47-48 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. व्यवस्था विवरण 28 उसका 47-48 में हम ऐसा पढ़ता है, जब मूसा ने नियमों को जो इस्राएल के लोगों को दिया, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് മുഖം വെക്കും. Deuteronomy chapter 28 verse 47 and 48. 28, 47 और 48। तू जो सब पदार्थ की बहुतायत होने पर भी आनंद और प्रसन्नता के साथ अपने परमेश्वर यहोवा की सेवा नहीं करेगा, इस कारण तुझको भूखा प्यासा नंगा और सब पदार्थों के रहित होकर अपने उन शत्रुओं की सेवा करनी पड़ेगी जिन्हें यहोवा तेरे विरुद्ध भेजेगा, और जब तक तू नष्ट न हो जाए तब तक वह तेरी गर्दन पर लोह की जुआ डाले रखे। നാം ഇവിടെ വായിച്ച വേദവാക്യം നമ്മോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. हमने जो वहां पर पढ़ा, वहां पर वो बहुत ही एक बड़ा एक वचन हमें बताता है। വസ്തുവകളുടെ സമൃദ്ധിയെ കുറിച്ച് ഒരു ദോഷവുമില്ല. संपत्ति या इसके बारे में जो हमारे पास है उसका कोई भी दोष नहीं है। എന്നാൽ അവയെ കൊണ്ട് ദൈവത്തെ സന്തോഷത്തോടെ ഹൃദയ നിർമ്മലതയോടെ ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ, സേവിപ്പാൻ കഴിയുന്നുണ്ടോ? लेकिन उस संपत्ति और उस धन को रखकर परमेश्वर के सामने क्या पूर्ण मन से आप उसका दंडवत कर सकते हैं? നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ അവിടെ അനന്യാസ് സഫീറ എന്ന് പറഞ്ഞ ഒരു ദമ്പതിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. प्रेरितों के काम में अनन्या सफीरा नामक उनके दंपतियों के बारे में हम देखते हैं। അവര് മറ്റുള്ളവരെല്ലാം വസ്തുക്കൾ വിറ്റ് അപ്പോസ്തലന്മാർ കാൽക്ക വെക്കുന്ന കണ്ടപ്പോൾ അവർക്ക് തോന്നി നമുക്കും അത് ചെയ്തേക്കാം. वहां पर जब दूसरों ने अपनी संपत्ति बेचकर प्रेरितों के पांव पर रखा तो इन्हें लगा कि इनको भी ऐसा करना है। ഇത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. प्रेरितों का काम 5वां अध्याय 1 से लेके 6 आयत तक हम इसको देख सकते हैं। എന്നാൽ അതിനു മുന്നേ നമ്മൾ വായിക്കേണ്ടത് 4-ാം അധ്യായത്തിന്റെ 36, 37 വാക്യങ്ങളാണ്. लेकिन उसके पहले हमें पढ़ना है 4वां अध्याय का 37 और 36 और പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രസ് ദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ
തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. और यूसुफ नाम क्रुपुस का एक नबी था, जिसका नाम प्रेरितों के बरनबा अर्थात शांति का पुत्र रखा था। उसकी कुछ भूमि थी जिसे उसने बेचा और दाम के रुपए लाकर प्रेरितों के पांवों पर रख दिए। ഒരു ലേവ്യൻ കൊണ്ടുവച്ചു. वो एक लेवी लाके रखा। ലേവ്യൻ എന്ന് പറഞ്ഞത് പഴയ നിയമ പുസ്തകം നമ്മൾ പഠിച്ചാൽ അദ്ദേഹം ഒരിക്കലും കൊടുക്കുന്നയാളല്ല, സ്വീകരിക്കുന്നയാളാ, വാങ്ങിക്കുന്നയാളാ. लेवी के बारे में अगर हम पढ़े पुराना नियम के अनुसार, वो देने वाला व्यक्ति नहीं है, वो हमेशा स्वीकार करने वाला व्यक्ति है। അവൻ പോലും വെച്ചത് കണ്ടപ്പോൾ അന്യാസ് സഫീറും വിചാരിച്ചു, എന്നാ പിന്നെ നമ്മളാണോ മോശക്കാര്, നമുക്കും ചെയ്തേക്കാം. और जब ऐसा लेवी ने दिया तब उन्होंने सोचा कि अरे अगर ये दे सकता है तो हम क्यों ना देंगे, हमें भी देना है। അവര് രണ്ടുപേരും കൂടെ വസ്തുവക വിറ്റു. उन्होंने अपनी भूमि भेजी, ഒരു പോർഷൻ മാറ്റിവെച്ചു, थोड़ा सा अलग रखा, ബാക്കി ഇതാ പത്രോസിന്റെ കാൽക്കൽ, അപ്പോസ്തലന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. और बाकी प्रेरित के अपोस्तलों के पांव में आके रखा। അപ്പോഴാണ് ദൈവാത്മാവ് തന്നോട് ചോദിച്ചത്, പത്രോസിലൂടെ ചോദിച്ചത്, നീ ഇത്രയ്ക്കോ വിറ്റത്? तब पवित्र आत्मा के द्वारा, पत्रोस के द्वारा पवित्र आत्मा ने पूछा, क्या इस मोल में तूने इसको भेजा? ഇത് വിൽക്കുന്നതിന് മുമ്പേ നിന്റേതല്ലോ, വിറ്റ ശേഷം നിന്റേതാണ്, പിന്നെ എന്തിനാണ് ദൈവാത്മാവിനോട് വ്യാജം കാണിച്ചത്? इसे बेचने के पहले भी ये भूमि तुम्हारा था और इसके बेचने के बाद जो मिला वो भी तुम्हारी थी, तो फिर क्यों तुमने पवित्र आत्मा को झूठ बोला? ദൈവത്തോട് നാം നിഷ്കളങ്കതയില്, നിർമ്മലതയില്, വിശുദ്ധിയില് വ്യാജമില്ലാതെ ഇടപെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. तो हमें सवाल करना है परमेश्वर के सामने, हमारी पवित्रताई को लेकर, शुद्धिकरण को लेकर, निर्दोषता को लेकर, क्या बिना किसी कलंक के, बिना झूठ के हम अपने आप को प्रकट कर पाते हैं? അല്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വരികില്, അങ്ങനെയല്ല എന്ന് വരികില് ഇത് നിത്യജീവങ്കിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുകയില്ല. अगर ऐसा नहीं है तो अनंत जीवन की ओर एक प्रवेश हमें नहीं मिलता। നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കേണ്ടത്. तुम्हारा नाम स्वर्ग में लिखा गया, इसलिए आनंदित हो। നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതണമെന്ന് വരികില് ഇത് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാകണം. तुम्हारा नाम अगर स्वर्ग में लिखा जाना है तो तुम्हें पवित्रताई से जीवन को बिताना है। മ്ലേച്ഛമായതിൽ നിന്നെല്ലാം വിട്ടൊഴിയുന്ന ഒരു ജീവിത ശൈലി ഉണ്ടാകണം. सारे दृढ़ता से गंदगी को छोड़कर जीने वाला जीवन होना है। എല്ലാവിധ വ്യാജവും പോഷ്കും അകറ്റി ജീവിക്കണം. तमाम झूठ को और हर प्रकार के असत्य को जीवन से निकालना है। ഏക ലക്ഷ്യമുള്ളവരായി മാറണം. एक लक्ष्य के हमें बनना है, അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. और इसके लिए अपने आप को परमेश्वर के सामने सौंप देना है। അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രണം ചെയ്തിരിക്കുകയാണെന്ന് എഫേസ്യ ലേഖനം 1-14 നാം കാണുന്നു. एफेसियों की पत्री 1:14 में हम पढ़ते हैं, और इसलिए पवित्र आत्मा ने हमारे ऊपर छाप डाला है, मुद्रा डाला है। എഫേസ്യ ലേഖനം 2-3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസോട് പറയുന്നുണ്ട്, ഇതാ നിങ്ങൾ പണ്ടേ ഈ ടൈപ്പ് ആളുകളായിരുന്നു. एफेसियों की पत्री 2:3 में प्रेरित अपोस्तल कहता है, तुम पहले ऐसे ही लोग थे, എന്നാൽ ഇപ്പോഴോ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ ഇനി പഴയതിലോട്ട് നിങ്ങൾ തിരിച്ചു പോകരുത്. परंतु अब परमेश्वर ने जो दिया तुम्हें जान गया है, और तो खासकर परमेश्वर तुम्हें जान लिया है, अब पुराने उस बातों में तुम नहीं लौटना। ഈ ജീവിതത്തിലെ, ഈ ക്രിസ്തീയ ജീവിതത്തിലെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. मसीह जीवन में हमें क्लेश हो सकते हैं, എന്നാല് ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം സകലവും നന്മയ്ക്ക് വേണ്ടി ചെയ്യും. लेकिन परमेश्वर के जीवन में जाने वाले प्रभु के लोगों के लिए परमेश्वर सब कुछ भलाई के लिए करता है। നാം ദൈവസേനയിൽ ചേർക്കപ്പെടുന്ന നാളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. हम परमेश्वर के उस मार्ग में, उस राज्य में हमें जोड़ लिया जाए, उस तैयारी में जीने के लिए हमारा मकसद और लक्ष्य होना है। എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും, कोई भी नुकसान क्यों ना हो, ഒരിക്കലും ആർക്കും എന്നിൽ നിന്ന് പിടിച്ചു മാറ്റുവാൻ കഴിയാത്തൊരു വലിയ സംഭവമുണ്ട്, എന്നിൽ ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയും ധൈര്യവും.
कभी भी कोई मुझसे छीन नहीं सकता। ऐसा एक बात मेरे पास है, परमेश्वर ने दिया हुआ आशा और परमेश्वर ने दिया हुआ हिम्मत। അത് പ്രത്യാശ എന്ന് പറഞ്ഞ് എനിക്ക് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ചെല്ലുവാനായിട്ട് ഉറപ്പുണ്ട് എന്നുള്ളതായിരിക്കും. आशा वो ये है, परमेश्वर की उपस्थिति में पहुंचने के लिए मुझे दिया गया भरोसा। അതിനുള്ള ആത്മാർത്ഥത, സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുവാൻ കഴിയണം. उसके प्रति सच्चाई, विश्वास योग्यता और जो है वो सत्य हमारे जीवन में होना चाहिए। നാം സന്തോഷിക്കേണ്ടത് നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിലാണ്. हमें इसलिए आनंदित होना है क्योंकि हमारा नाम स्वर्ग में दर्ज किया गया है। പ്രിയമുള്ളവരെ, നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതുവാനായിട്ട് കാരണമായി തീർന്ന് യേശു കർത്താവ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നതുകൊണ്ടാണ്. प्रिय लोगों, हमारा नाम स्वर्ग में इसलिए दर्ज हुआ क्योंकि परमेश्वर ने हमसे प्रेम करके अपना प्रिय पुत्र यीशु मसीह को हमारे लिए दे दिया। അതുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. इसलिए यीशु को उद्धारकर्ता और प्रभु के तौर पर स्वीकार करें। സ്നാന സമയത്ത് പ്രത്യേകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ യേശുവിനെ നിന്റെ കർത്താവായി സ്വീകരിപ്പാൻ തയ്യാറാണോ? बपतिस्मा लेते वक्त खासकर ये सवाल किया जाता है, क्या तुम इस यीशु को अपने प्रभु के तौर पर स्वीकार करते हो? കർത്താവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? प्रभु का मतलब क्या है? അധീശൻ, അധിപതി, രാജാവ്. वो राजा है, वो अधिपति है और वो हमारे जीवन के ऊपर काबू रखता है। എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന വ്യക്തി എന്നാണ്. मेरे जीवन के हर पहलू को पूर्णता से काबू में रखने वाला व्यक्ति। ഇനി ഞാനല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എന്നെ വീണ്ടെടുത്ത കർത്താവാണ്. अब मैं मेरे ऊपर नियंत्रण या काबू नहीं रखता, मेरा उद्धार किया हुआ यीशु मसीह मेरे ऊपर काबू रखता है। ഇത് ഒരു കൺസെപ്ഷൻ ഫ്രെയിം വർക്ക്, മനസ്സിനകത്തുള്ള ചിന്ത മാത്രമല്ല, ये केवल एक काल्पनिक चिंता नहीं है, परंतु हमारे जीवन भर में ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത ഒരു ജീവിതമായിരിക്കണം നമ്മുടേതായിരിക്കേണ്ടത്. हमारी जीवन भर समर्पण किया हुआ एक ऐसा जीवन हमारा होना है। അങ്ങനെയെന്ന് വരികിൽ സന്തോഷിപ്പാൻ നമുക്ക് വകയുണ്ട്. अगर ऐसा है तो आनंदित होने के लिए हमारे लिए भी कारण है। എന്റെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് എനിക്ക് സന്തോഷമുള്ളത്. मेरा नाम स्वर्ग में दर्ज किया गया है, इसलिए मैं आनंदित हूँ। അതിന്റെ ഉറപ്പ് എനിക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ്? और क्यों उसका भरोसा मुझे मिला? എന്റെ ദൈവം വിശുദ്ധനാകിയാൽ ഞാൻ വിശുദ്ധിയിൽ അവനെ ആരാധിക്കും, അവനെ ഞാൻ അനുഗ്രഹിക്കും. मेरा परमेश्वर पवित्र है, इसीलिए उस पवित्रता ही में मैं उसका आराधना और दंडवत स्तुति करूंगा। ഏകാഗ്ര നിർമ്മലത മനസ്സോടുകൂടെ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. वो सीधाई और ध्यान के साथ, उस एकाग्रता के साथ मेरे परमेश्वर की मैं स्तुति करूंगा। ബോഷ്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി എനിക്കില്ല. झूठ से मेरा कोई जीवन, उस संबंधित कोई जीवन शैली नहीं। പ്രിയമുള്ളവരെ, ഇന്നലെ ഞാൻ ധ്യാനിച്ച പോലെ ഞാൻ വീണ്ടും പറയട്ടെ, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അധർമ്മിയുടെയും ഗതി, അഭക്തന്റെയും ഗതി എന്താകും? जैसे मैंने पहले याद दिलाया था, अगर एक धर्मी इतना परिश्रम और कष्ट उठाकर उद्धार को पाता है, तो अभक्ति का और झूठ बोलने वाला का क्या हाल होगा? നീതിമാൻ പ്രയാസേന മാത്രമേ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങളെ താൻ ശ്രമിക്കുന്നുണ്ട്, താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിത ശൈലിയുണ്ട്. क्योंकि धर्मी जो है ऐसे अनवधि अनेक प्रयास के द्वारा ही वो अपने आप को तैयार करते हुए वो उस अनंतता की ओर वो अग्रसर होता है। അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ദിനേന മരിക്കുന്നു. इसलिए प्रेरित अपोस्तल पौलुस ने कहा, मैं प्रतिदिन मरता हूँ। അതുപോലെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞു, യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് വേണ്ടി ഞാൻ ദിവസേന മരണത്തിനായിട്ട് ഏൽപ്പിക്കപ്പെടുന്നു. कुरिन्थियों के पत्री 2:4 में प्रेरित पौलुस ने कहा, यीशु मसीह का मृत्यु का सहभागी होने के लिए प्रतिदिन परमेश्वर की उस मृत्यु के लिए मैं अपने आप को समर्पण करता हूँ। അതുകൊണ്ട് ഇവിടെ സഹിക്കുന്ന കഷ്ടങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഗ്രേഡ് പോയിന്റ്സ് ആണ്. और इसलिए यहाँ का जो भी कष्ट और क्लेश है, मैं उसे एक अंक की तरह देखता हूँ। അതുകൊണ്ടാണ് ആ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കേണ്ടതിന് അത് മുഖാന്തരമായി മാറും.
और इसीलिए वो हम देखते हैं कि 4:16 में प्रेरित पौलुस ने ऐसा कहा, जो ये लघु समय का, कम समय का जो ये कष्ट है, वो आने वाला उस बहुत ही बड़ी एक बात का जो है उसका, वो उस कष्ट के लिए मिलने वाली वो एक प्रतिदान है, प्रतिफल है। ഗ്രേഡാ. ഓരോ ദിവസവും നമ്മുടെ കഷ്ടവും പ്രയാസവും എല്ലാം ഓരോ ഗ്രേഡ് ആയിട്ടാ മാറുന്നത്. അത് നിത്യതയിലാ ആ ഗ്രേഡ് കിട്ടുന്നത്. वो एक ग्रेड है या हमें एक अंक मिलता है, और अनंतता में जब हम पहुंचेंगे तब इसका प्रतिफल हमें पता चलता है। നമുക്ക് ഈ നാളിൽ ഒരുങ്ങാം. हम इस दिनों में तैयार होंगे। കർത്താവേ, എന്റെ പേര് അങ്ങയുടെ ജീവന്റെ പുസ്തകത്തിൽ കാണപ്പെടണം. परमेश्वर, मेरा नाम आपकी उस जीविका के पुस्तक में देखा जाए। അതിനു വേണ്ടിയുള്ള ജീവിത ശൈലി എനിക്ക് കർത്താവെ അവലംബിപ്പാൻ കൃപ നൽകണം. ऐसे के लिए हमें एक जीवन को तैयार करने के लिए, जीवन शैली बनाने के लिए आप मुझे सज्जम करना। Praise the Lord. तुम की स्तुति हो।